തിരികെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ദൂതന്മാർ. ദൂതന്മാരിലുള്ള വിശ്വാസം വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വളരെ വ്യക്തമായിട്ടുണ്ട്. അവർ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള അസംഖ്യ ഗണങ്ങളാണ് എന്ന് ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 2-ാം വാക്യത്തിലും ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 10-ാം വാക്യത്തിലും എഴുതിയിട്ടുണ്ട്. ദൂതന്മാരിലുള്ള വിശ്വാസം. ഒരു യഹൂദ പുരോഹിതൻ BC 153 എബ്രായ ഭാഷയിൽ യഹോവ മോശയ്ക്ക് സീനായി മലയിൽ വെളിപ്പെടുത്തിയ വർഷാന്തര ഘോഷങ്ങളെക്കുറിച്ചും എഴുതിയ പുസ്തകത്തിൽ ദി ബുക്ക് ഓഫ് ജൂബിലീസ് വിവിധ ദൂതന്മാരെക്കുറിച്ചും അവരുടെ ക്രമങ്ങളും ജോലികളും വിശദമാക്കിയിട്ടുണ്ട്. ഇപ്രകാരം നല്ലവരും ദുഷ്ടന്മാരുമായ ദൂതന്മാരെക്കുറിച്ചുള്ള പഠിപ്പിക്കൽ ആദിമ ക്രൈസ്തവ സഭയിലേക്ക് കടന്നു വന്നു. സ്വാതന്ത്ര്യത്തോടും കൂടിയവരും മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി ദൈവസന്ദേശത്തിൻ്റെ വാഹകന്മാരും ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകങ്ങളും ആയി വർത്തിച്ച നല്ല ദൂതന്മാർക്ക് സൂക്ഷ്മ ആത്മീയ ശരീരമുണ്ടെന്നും ആദിമസഭ പിതാക്കന്മാരിൽ ചിലർ വിശ്വസിച്ചിരുന്നു. എല്ലാ ദൂതന്മാരും നല്ലവരായി ശിക്ഷിക്കപ്പെട്ടുവെങ്കിലും കുറേ പേർ മാത്രം അവരുടെ അഹങ്കാരത്തിൻ്റെയും തെറ്റായ ആഗ്രഹത്തിൻ്റെയും ഫലമായി വീണുപോയി എന്നും അവരുടെ തലവനാണ് സാത്താനെന്നും പൊതുവെ വിശ്വസിക്കുന്നു. മനുഷ്യന് സർവ്വ നന്മകളും കൊണ്ടുവരുന്നത് നല്ല ദൂതന്മാരുടെ പ്രവർത്തനമായും ആപത്ത്, അപകടം, രോഗം, കഷ്ടനഷ്ടങ്ങൾ മുതലായവ ദുഷ്ടദൂതന്മാരുടെ പ്രവർത്തനങ്ങളായും ഗണിച്ചിരുന്നു. ഇവർ സ്ഥല പരിമിതി ഉള്ളവരാണെന്നതിന് വലിയ അടിസ്ഥാനമൊന്നുമില്ല. ജൂബിലി പുസ്തകത്തിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടായിരിക്കാം അരിയോപകയിലെ ഡയനീഷ്യസ് AD 500 ദൂതന്മാരെ 3 വർഗങ്ങളായി തിരിച്ചത്. പിന്നീടുള്ള ക്രിസ്തീയ എഴുത്തുകാരെല്ലാവരും ഇത് പൊതുവെ അംഗീകരിച്ചതായി കാണാം. ദൈവത്തോട് അതീവ സാമ്യമുള്ള 1-ാം വർഗത്തിൽ മത്തുബയന്മാരും കേറൂബുകൾ, സാറാഫുകൾ എന്നീ ഗണങ്ങളും, 2-ാം വർഗത്തിൽ സുൽത്താനന്മാരും മൊറോബോസന്മാരും ഹൈലന്മാരും എന്നീ ഗണങ്ങളും, 3-ാം വർഗത്തിൽ റീഷനുവേഴ്സന്മാരും പ്രധാന ദൂതന്മാർ എന്നീ ഗണങ്ങളും ഉണ്ട്. ഈ 9 വൃന്ദം ദൂതന്മാരും പ്രപഞ്ച സൃഷ്ടി സൃഷ്ടിക്കപ്പെട്ടുവെന്ന് പൊതുവെ വിശ്വസിക്കുന്നു. മനുഷ്യൻ്റെ സംരക്ഷകരായി ദൂതന്മാരെ ദൈവം നിയോഗിച്ചിട്ടുണ്ടെന്നും അവരെ പൊതുവെ കാവൽ ദൂതന്മാരെന്നും വിളിക്കുന്നുവെന്നതും പുരാതന ആശയമാണ്. ദൂതന്മാർക്ക് സൂക്ഷ്മ ആത്മീയ ശരീരം ഉണ്ടെന്നും അവർ വ്യത്യസ്ത ശക്തികൾ മാത്രമാണെന്നുമുള്ള ധാരണ പ്രബലമായി തന്നെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ദൂതന്മാരുടെ അസ്തിത്വത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. അതും കൂടി ഈ കൂടെ പറയുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. ദൂത സമൂഹത്തെക്കുറിച്ച് പറയുമ്പോൾ ദൂതന്മാരുടെ സംഖ്യയെക്കുറിച്ച് വേദപുസ്തകം പ്രത്യേകമായി ഒന്നും പറയുന്നില്ലെങ്കിലും അസംഖ്യമായ ഒരു സൈന്യ സമൂഹമാണ് ഉള്ളതെന്നും സ്പഷ്ടമായി കാണുന്നുണ്ട്. ആവർത്തന പുസ്തകം 33-ാം അധ്യായം 2-ാം വാക്യത്തിലും സങ്കീർത്തനം 68-ന്റെ 17-ലും മർക്കോസ് 5-ന്റെ 9-15 വാക്യങ്ങളിലും മത്തായി ശ്ലീഹായുടെ സുവിശേഷം 26-ന്റെ 53-ലും വെളിപ്പാട് 5-ന്റെ 11-ലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ലഗ്യോൻ എന്നാൽ 3000 മുതൽ 6000 വരെ അംഗങ്ങളുള്ള സൈന്യ സമൂഹങ്ങളുടെ പൊതുനാമമാണ്. കേരുബുകളെക്കുറിച്ച്
പറയുവാൻ ആഗ്രഹിക്കുന്നു. പർദീസായുടെ കാവൽക്കാരും ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഉണ്ട്. കൃപാസനത്തിൻ്റെ നിരീക്ഷകരും പുറപ്പാട് 25-18, സങ്കീർത്തനം 80-1, 99-1, യെശയ്യാ 37-16, എബ്രായ 9-5 ഇതിവരെക്കുറിച്ച് പറയുന്നുണ്ട്. ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ദൈവ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനങ്ങളും 2 ശമൂവേൽ 22-11, സങ്കീർത്തനം 18-10. പ്രത്യേക ചൈതന്യത്തോടു കൂടിയവരുമാണ് ഇവർ. എഗസ്കേൽ 1-ാം അധ്യായം, വെളിപ്പാട് 4-ാം അധ്യായം ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട്. ദൈവത്തിൻ്റെ ശക്തി, മഹത്വം, വിശുദ്ധി ഇവ വെളിപ്പെടുത്തുന്ന പ്രതീകങ്ങളാണ് ഇവർ എന്ന് ചിത്രീകരിക്കപ്പെടുന്നു. ഇനി അടുത്തത് സാറാഫുകൾ. സാറാഫുകളെക്കുറിച്ച് യെശയ്യാ 6-6 മാത്രം കാണുന്നു. ഇവർ കാലുകളും മുഖങ്ങളും മൂടുവാൻ ഇരുചിറകുകൾ വീതവും ദൈവീക കൽപ്പനകളുടെ വേഗത്തിലുള്ള നടപ്പാക്കലിന് ആവശ്യമായ ഇരുചിറകുകളോടുകൂടി 6 ചിറകുകൾ വീതം ഉള്ളവരാണ്. ദൈവസിംഹാസനത്തിന് ചുറ്റി നിന്നുകൊണ്ട് ഇവർ സ്തുതി അർപ്പിക്കുന്നു. അവരെ കൂടാതെ റിഷനുവോസന്മാർ, ഹയലന്മാർ എന്നിവരും മൗത്തുബേയന്മാർ, മൊറാവോസന്മാർ, ശുൽത്തോനന്മാർ എന്നീ പേരുകളിലും ദൂതന്മാർ അറിയപ്പെടുന്നു. ഇനി അടുത്തത് പ്രധാന മാലാഖമാർ. പുതിയ നിയമത്തിൽ 2 പ്രാവശ്യം കാണുന്നു. യൂദായിലെ 9, യൂദ 9-ലും മീഖായേൽ പ്രധാന മാലാഖയായി പരാമർശിക്കപ്പെടുന്നു. 1 തെസലോനിക്കർ 4-16 പ്രധാന മാലാഖമാരുടെ ശബ്ദത്തെക്കുറിച്ച് പറയുന്നു. സഭാ പാരമ്പര്യത്തിൽ ഗബ്രിയേൽ, റഫായേൽ എന്നിവരെയും പ്രധാന മാലാഖമാരായി ഗണിക്കുന്നു. മീഖായേൽ ദാനിയേൽ 10-13, 12-1, യൂദ 9, വെളിപ്പാട് 12-7 മുതൽ 9 വരെ. ഗബ്രിയേൽ ഇതിനെക്കുറിച്ച് ദാനിയേൽ 8-15, 9-21, ലൂക്കോസ് 1-11, 1-26, റഫായേൽ തോബീദ് 12, 12-15, ഈനോക്ക് 10-7 എന്നിവയിലും നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിൽ വിശ്വാസികളായി തീർന്ന ഒരു വിഭാഗം മാലാഖമാർ, അതായത് അവരുടെ അഹങ്കാരത്തിൻ്റെയും നിഗളത്തിൻ്റെയും കാരണം അവരെ സ്വർഗത്തിൽ നിന്നും തള്ളിക്കളഞ്ഞ ആ ഒരു വിഭാഗം ആൾക്കാർ ചെയ്യുന്നത് ദുഷ്ട ദൂതന്മാരുടെ പ്രധാന ജോലി നല്ല ദൂതന്മാരുടെ പ്രവർത്തനത്തിൻ്റെ ഫലപ്രാപ്തി മനുഷ്യരിൽ ഉണ്ടാകാതിരിക്കുവാൻ ശ്രമിക്കുക എന്നതാണ്. ആയതിനാൽ നാം എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ഇടപെടാതെ സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഈ അശുദ്ധ പിശാചുക്കളുടെ പ്രവർത്തനം നമ്മളില്ലാതെ വരികയും നല്ല ആത്മാക്കളുടെ, നല്ല ദൂതന്മാരുടെ പ്രവർത്തനം നമുക്ക് ലഭിക്കുകയും ചെയ്യും. അങ്ങനെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നാം ദൈവവേദലായിത്തീരണം എന്ന് മാത്രം. അതിനുവേണ്ടി നാം ഓരോരുത്തരും എപ്പോഴും ദൈവത്തെക്കുറിച്ച് ഓർക്കുകയും അവൻ തന്നിട്ടുള്ളതായ കൃപാവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും നമ്മളുടെ ആവശ്യങ്ങളെ അവൻ്റെ മുമ്പിൽ എടുത്തു പറയുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മളെ ശ്രവിക്കും. അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കപ്പെടും എന്ന് പറയുന്നതായ ആ തിരുവചനം നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾക്ക് ഒരു ദോഷവും ഉണ്ടാകുകയില്ല എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.